ഇന്നലെ ഏകാന സ്റ്റേഡിയത്തിൽ നടന്ന IPL മത്സരത്തിൽ ടൂർണമെന്റിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തായ ലക്നൗ സൂപ്പർ ജയൻസ് ചെന്നൈയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഈ തോൽവിയോടെ 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ ടീമുകൾക്കെതിരെയാണ് ചെന്നൈയുടെ ബാക്കിയുള്ള 2 മത്സരങ്ങൾ. പ്ലേ ഓഫിനായുള്ള മത്സരത്തിൽ ശക്തമായി നിലകൊള്ളുന്ന 2 ടീമുകളാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ തോൽവിയോടെ ചെന്നൈ പ്ലേ ഓഫ് കാണാതെ പുറത്തായോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആരാധകർ ഉയർത്തുന്നത്. പുറത്തായി എന്ന് ഇപ്പോൾ പറയാനാവില്ലെങ്കിലും ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ആദ്യ 4-ൽ ഇടം പിടിക്കാൻ അവശേഷിക്കുന്നത് 2 മത്സരങ്ങളിലും ചെന്നൈക്ക് ഇനി വിജയം അനിവാര്യമാണ്. ഒരൊറ്റ മത്സരം കൂടി പരാജയപ്പെട്ടാൽ ചെന്നൈക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. ഇനിയുള്ള 2 കളികളും ജയിച്ച് 16 പോയിന്റ് നേടിയാലും മറ്റ് ടീമുകളുടെ മത്സര ഫലങ്ങളെ ആശ്രയിച്ച് മാത്രമായിരിക്കും ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രവേശനം. ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രവേശനം ഉറപ്പില്ലെങ്കിലും ചില പുത്തൻ താരോദയങ്ങളാണ് ചെന്നൈ ടീമിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ കാർത്തിക് ശർമ്മയാണ് തിളങ്ങിയതെങ്കിൽ അതിനു മുന്നേ ഉർവിൽ പട്ടേലായിരുന്നു ചെന്നൈയുടെ സൂപ്പർ താരം. കഴിഞ്ഞ ദിവസം IPL-ലെ ഏറ്റവും വേഗമേറിയ 50 എന്ന റെക്കോർഡിലേക്ക് ഉർവിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെ ഉർവിൽ പട്ടേൽ ഗ്യാലറിക്ക് നേരെ കൈകൂപ്പി നിന്നു. അതിനുശേഷം തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ ഉയർത്തി കാണിച്ചു. തന്റെ പിതാവായ മുൻപ് യൂണിവേഴ്സിറ്റി തലത്തിൽ സ്പ്രിന്റർ ആയിരുന്ന മുകേഷ് പട്ടേലിനാണ് ആ ഗംഭീര ഇന്നിംഗ്സ് ഉർവിൽ സമർപ്പിച്ചത്. ഉർവിൽ തന്റെ അച്ഛനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നത് ഇത് ആദ്യമായിരുന്നില്ല. ഗുജറാത്തിന് വേണ്ടി കളിക്കുമ്പോൾ തന്റെ കരിയറിലെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി നേടിയ ശേഷമാണ് ഉർവിൽ ആദ്യമായി താങ്ക് യു ഡാഡ് എന്ന സന്ദേശം പങ്കുവച്ചത്. കുറുക്കുവഴികളില്ല, കഠിനാധ്വാനം മാത്രം. കളിയെ ബഹുമാനിക്കുക, അത് തിരിച്ചു നൽകും. എൻ്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി ഏറെ പ്രത്യേകതയുള്ളതാണ്. 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന 2ാമത്തെ താരമെന്ന റെക്കോർഡോടെ ഈ സീസൺ ചരിത്രപരമായിരിക്കുന്നു. ഇനിയും മുന്നോട്ട്. ഇതും അച്ഛന് വേണ്ടിയുള്ളതാണ്. ഇതാണ് റെക്കോർഡുകൾ നിറഞ്ഞ ഒരു സീസണിന് ശേഷം ഉർവിൽ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയത്. 2024 നവംബർ 27 ഇൻഡോറിൽ ത്രിപുരക്കെതിരെയുള്ള വെറും 28 പന്തിൽ സെഞ്ചുറി നേടി ഋഷഭ് പന്തിന്റെ റെക്കോർഡ് മറികടന്ന് ഏറ്റവും വേഗത്തിൽ T20 സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായി ഉർവിൽ മാറിയിരുന്നു. 2023 വിജയ് ഹസാരെ ട്രോഫിയിൽ അരുണാചൽ പ്രദേശിനെതിരെ വെറും 41 പന്തിൽ ഉർവിൽ സെഞ്ചുറി നേടിയിരുന്നു. ലിസ്റ്റ് A ക്രിക്കറ്റിൽ യൂസഫ് പട്ടാന്റെ റെക്കോർഡായ 40 പന്തിൽ സെഞ്ചുറി എന്നതിന് ഒരു ബോൾ അകലെയായിരുന്നു ഉർവിൽ പട്ടേൽ. അത്രയൊന്നും പ്രശസ്തമല്ലാത്ത മെഹ്സാന എന്ന സ്ഥലത്താണ് ഉർവിൽ വളർന്നത്. എന്നാൽ മുൻപ് യൂണിവേഴ്സിറ്റി തലത്തിൽ സ്പ്രിന്റർ ആയിരുന്ന മുകേഷ് പട്ടേൽ തനിക്ക് സാധിക്കാതെ പോയ ആ ക്രിക്കറ്റ് സ്വപ്നം തന്റെ മകനിലൂടെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിച്ചു. തന്റെ മകനെ ഒരു T20 ക്രിക്കറ്ററായി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു ഹൈസ്കൂളിൽ കായിക അധ്യാപകനായി ജോലി ചെയ്തിരുന്ന മുകേഷ് അച്ചടക്കത്തോടെയുള്ള ഒരു പരിശീലന രീതിയാണ് തന്റെ മകന് നൽകിയത്. ഇപ്പോൾ ക്രിക്കറ്റിന്റെ ഒരു വലിയ വേദിയായ IPL-ൽ ഉർവിൽ തന്റെ അച്ഛനോട് നന്ദി പറയുകയാണ്. ഇത് നിങ്ങൾക്കുള്ളതാണ് പപ്പ. ഇന്ന് നിങ്ങളുടെ സ്വപ്നം സഫലമായി. ഞാൻ ഒരു വലിയ ക്രിക്കറ്ററാണെന്ന് തെളിയിച്ചു. ഇതായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. IPL 2023 സീസണിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഉർവിലിനെ സ്വന്തമാക്കുന്നത്. പക്ഷേ ഒരു മത്സരം പോലും കളിപ്പിച്ചില്ല. അടുത്ത സീസണിന് മുമ്പായി നേരത്തെ റിലീസും ചെയ്തു. 2025 സീസണിൽ അൺസോൾഡായി. ആർക്കും വേണ്ടാതിരുന്ന ഉർവിലിനെ ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി. പരിക്കേറ്റ വൻഷ് ബേദിക്ക് പകരമായിട്ടാണ് 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് ചെന്നൈ ഉർവിലിനെ എടുത്തത്. 11 പന്തിൽ 31 റൺസ് നേടിക്കൊണ്ട് IPL-ൽ മികച്ച തുടക്കവും ഉർവിൽ കുറിച്ചിരുന്നു. കായികക്ഷമതക്കായി ഉർവിൽ കടല കഴിക്കാറുണ്ടായിരുന്നു എന്നാണ് പിതാവ് മുകേഷ് പട്ടേൽ പറയുന്നത്. അവൻ ഇതുവരെ 3 വലിയ ചാക്ക് കടലയെങ്കിലും കഴിച്ചിട്ടുണ്ടാകും. കടല കുതിരകളുടെ ഭക്ഷണമാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മകന് മൈതാനത്ത് ഒരു കുതിരയെ പോലെ ഓടാൻ കഴിയും. 55ാം വയസ്സിലും എനിക്ക് ആരുമായും മത്സരിച്ച് വേഗത്തിൽ ഓടാൻ സാധിക്കുമെന്നും മുകേഷ് പട്ടേൽ പറയുന്നു. ലക്നൌവിനെതിരെ 13 പന്തിൽ 50 അടിച്ച് IPL-ലെ വേഗമേറിയ 50ക്ക് ഒപ്പമെത്തിയ ഉർവിൽ മത്സരശേഷമുള്ള രാത്രിയിൽ ഇൻസ്റ്റാ അക്കൗണ്ടിൽ 3 ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു. ഒന്ന് റെക്കോർഡ് അർദ്ധ സെഞ്ചുറി കുറിച്ച ശേഷം പോക്കറ്റിൽ നിന്ന് എടുത്തുയർത്തി കാണിച്ച "ദിസ് ഈസ് ഫോർ യു പാപ്പ" എന്നെഴുതിയ കടലാസ്തുണ്ടായിരുന്നു. അതിനോടൊപ്പം വേറെ 2 ചിത്രങ്ങൾ കൂടിയുണ്ട്. ഒന്ന് അച്ഛൻ മുകേഷ് പട്ടേലിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അടുത്തത് അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് ആശീർവാദം വാങ്ങുന്നതും. എല്ലാത്തിലും എവിടെയും തന്റെ അച്ഛൻ എന്ന ആരാധനാപാത്രത്തെ മാത്രമാണ് ഉർവിൽ എന്ന താരം ഉയർത്തിപ്പിടിക്കുന്നത്.